ഞാനില്ലേ ഈ കുക്കിംഗ് അധികം ഇഷ്ടമില്ലാത്തൊരു കൂട്ടത്തിലാ. പക്ഷെ എന്റെ അനിയത്തിയാണെങ്കിൽ നേരെ മറിച്ച്. അവളിങ്ങനെ കുക്കിംഗ് ചാനൽസ് ഒക്കെ കാണും, മമ്മിയുടെ അടുത്ത് ഫോഴ്സ് ചെയ്യും. മമ്മിക്ക് ഇപ്പൊ ചെറുതായിട്ടൊരു കേക്ക് ബിസിനസ് ഉള്ളത് പോലും അവളുടെ ആ ഒരു നിർബന്ധത്തിന് പുറത്താണ്. ആൾക്ക് ബേക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ടാണ് എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. മമ്മി എന്തെങ്കിലും ഉണ്ടാക്കി തന്നാ കഴിക്കും. വല്ല പച്ചക്കറിയൊക്കെ അരിഞ്ഞു കൊടുക്കാനാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊന്നും ചെയ്യും. ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ പരിസരത്ത് പോലും കയറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10th ഒക്കെ കഴിഞ്ഞു ഒരു ദിവസം ഞാൻ മമ്മിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. എന്തോ ഒരു കുക്കിംഗ് ചാനൽ എന്തോ മറ്റോ കണ്ടു, ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി കണ്ടു. അപ്പൊ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, മമ്മി എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരുമോ? മമ്മി ആണെങ്കിൽ ഫ്രൈഡ് റൈസ് സ്പെഷ്യലിസ്റ്റ് ആണ്. പക്ഷെ മമ്മിക്ക് അത്ര വലിയ പിടുത്തം ഇല്ലാത്തൊരു കേസാണ് ഈ ചിക്കനും റൈസും ഒക്കെ കൂട്ടി ഇളക്കിയിട്ട് ബിരിയാണി സെറ്റപ്പിലാക്കുന്നത്. അപ്പൊ മമ്മി എന്റെ അടുത്ത് പറഞ്ഞു, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിത്തരാം, ഉണ്ടാക്കിക്കോ. അപ്പൊ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്ക് ചെയ്യേയില്ല. കുക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെ ആ ഭാഗത്തോട്ട് അടുപ്പിക്കുകയില്ല. അങ്ങനൊരു സ്വഭാവ. അതുകൊണ്ട് സംഭവങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്നത് മുതല് അത് അരിയുന്നത്, ഉണ്ടാക്കുന്നത്, അവസാനം പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് കിച്ചൺ വൃത്തിയാക്കുന്നവരെ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് ആരെങ്കിലും എന്റെ ഇടയ്ക്ക് കുക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കയറി ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതിനെക്കാട്ടിലും ഇഷ്ടം ഒറ്റയ്ക്ക് ചെയ്യാനാ. അപ്പൊ അങ്ങനെ അന്ന് ബിരിയാണി ഉണ്ടാക്കി. പക്ഷെ ഇറ്റ് വാസ് സോ ഗുഡ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, പക്ഷെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് പേഴ്സണലി അറിയാലോ. തന്നെയല്ല മമ്മി ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ പപ്പ ആ തവണ അവധിക്ക് വന്നു. അപ്പൊ ഞാൻ പപ്പയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ എനിക്ക് മറ്റുള്ളവര് കൊള്ളാന്ന് പറഞ്ഞതിനെക്കാട്ടിലും പപ്പയുടെ കയ്യിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടി. പപ്പയുടെ കയ്യിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ വന്നിട്ട് പറയും, അതൊന്നും കൂടെ ഉണ്ടാക്കി തരണം എന്ന് പറയും. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പോകുന്നതിന് മുന്നേ ഒന്നും കൂടെ അന്ന് നീ ഉണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കി തരുമോ? അപ്പൊ ഞാൻ ഓ അപ്പൊ അവർക്ക് ഇഷ്ടായി എന്ന്. ഒട്ടും അപ്രീഷിയേറ്റ് ചെയ്യാത്ത ആൾക്കാര് നമ്മള് പെട്ടെന്ന് ഒരു കാര്യത്തിന് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഇഷ്ടമാണെന്നുള്ള ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവില്ലേ? അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഞാൻ ഇവിടെ വരുന്നത് വരെ ബിരിയാണി ആയിരുന്നു കൂടുതലും ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത് നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കാനഡയിൽ വന്നപ്പോഴാണെങ്കിൽ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഒന്നും ഇല്ലെങ്കിലും കഞ്ഞി കുടിച്ച് കിടക്കാന്ന് പറയുന്നത് ഒന്നും ഇല്ലെങ്കിലും ബിരിയാണി കഴിച്ച് കിടക്കാം. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നമ്മളാണെങ്കിൽ കുക്കിംഗ് പല കാര്യങ്ങൾ കുക്ക് ചെയ്യുന്നത്, ഇപ്പം പുതിയ ടൈപ്പിൽ റെസിപ്പീസ് ട്രൈ ചെയ്യുന്നത് ഒക്കെ നമ്മൾ ആ ഒരു വൺസ് നമ്മളത് ട്രൈ ചെയ്ത് നമ്മളായിട്ട് കഴിക്കുക, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക, അങ്ങനത്തെയൊക്കെ ഉള്ളൊരു കാര്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. വൺസ് അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര മോട്ടിവേഷനും ഭയങ്കര ഒരു ഇൻസ്പിറേഷനുമാണ് നമുക്ക് പുതിയ പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യാനൊക്കെ. അങ്ങനെ ഇപ്പൊ ഞാൻ ഈ ട്രൈ ചെയ്യുന്ന റെസിപ്പി ഉണ്ടാക്കുന്നവർക്ക് ചിലപ്പോൾ ഇത്രയും കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഒന്നുമല്ല, നമ്മുടെ സാധാ ബ്ലാക്ക് ഹൽവയാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്താ ഈ ഓർക്കപ്പുറത്ത് പെട്ടെന്നൊരു ഹൽവ പൂതിന്നല്ലേ? അതിന് കാരണം ഒരു ട്രിപ്പാണ്. റീസെന്റ് ആയിട്ട് ഞാൻ എഡ്മണ്ടൻ പോയിട്ടുണ്ടായിരുന്നു. എഡ്മണ്ടൻ പോകുന്നതിന്റെ മെയിൻ ഉദ്ദേശം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. കാരണം സൗത്ത് ഇന്ത്യൻ ഫുഡ്സ് ഒക്കെ അവിടെയാണ് കൂടുതൽ കിട്ടുന്നത്. അപ്പൊ ഞാൻ അതിലൊരു സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന കടയിൽ ചെന്നു. അവിടെ ബ്ലാക്ക് ഹൽവ, ഫ്രോസൺ ബ്ലാക്ക് ഹൽവ ഇരിക്കുന്നുണ്ട് ഡെയിലി ഡിലൈറ്റ്സിന്റെ. അപ്പോൾ ഞാനത് വാങ്ങി. അവിടെ കോഴിക്കോടൻ ഹൽവ ഉണ്ടായിരുന്നു. ഞാൻ വെച്ച് ബ്ലാക്ക് ഹൽവയിൽ നമുക്കൊരു ഇത് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ബ്ലാക്ക് ഹൽവ വാങ്ങിച്ചു. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. നമ്മളൊരു റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വെച്ച് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ ഫ്രഷ് ഹൽവ കഴിക്കൂലേ, അതേ ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, വൈ നോട്ട്, എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ? അപ്പൊ ഞാൻ യൂട്യൂബിൽ എടുത്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് റെസിപ്പി ഞാൻ കണ്ടത് തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടായിരുന്നു. വെളുപ്പിന് 1 മണിക്ക് തേങ്ങാപ്പാൽ കിട്ടാൻ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടും ഉണ്ടാക്കാതെ എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടും ഞാൻ അടുത്തൊരു റെസിപ്പി നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം മാത്രം വെച്ച് കണ്ടു. അങ്ങനെ ആ റെസിപ്പിയാണ് ഇപ്പൊ ട്രൈ ചെയ്യുന്നത്. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് വഴിതെറ്റിപ്പോയി. ഒന്നുമല്ല, കുറച്ച് ചോറ്, കുറച്ച് ഗ്രീൻ പീസ്, പോർക്ക് റിബ്സ്, മോര്, അത്രയും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. അതൊക്കെ ഒന്ന് കഴിച്ചു, എനർജി ബൂസ്റ്റർ. അങ്ങനെ അതെല്ലാം കഴിച്ച് ബാക്കി സംഭവങ്ങൾ സെറ്റ് ആക്കുകയാണ്. ഇനി റെസിപ്പിയിലോട്ട് കടക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ സ്വന്തം റെസിപ്പി അല്ല, യൂട്യൂബാണ്. കുറച്ച് അരിപ്പൊടി, കുറച്ച് മൈദ, കുറച്ച് വെള്ളം ഇട്ട് ഇളക്കുക. ഇളക്കലോട് ഇളക്കൽ, അതാണ് ഇതിന്റെ മെയിൻ. എന്നിട്ട് ശർക്കരപ്പാനി സെറ്റ് ചെയ്തെടുക്കുക. കുറച്ച് കറുത്ത ശർക്കര ഉണ്ടെങ്കിൽ നല്ല കറുത്ത കളർ ഹൽവയ്ക്ക് കിട്ടും. ശർക്കരപ്പാനി സെറ്റ് ചെയ്തെടുക്കുക. ഒരു പാൻ വെക്കുക, ഗ്യാസ് ഓൺ ചെയ്യല്ലേ. നമ്മുടെ ശർക്കരപ്പാനി ഒഴിക്കുക. പിന്നെ ഈ ഒരു മിക്സ് അരിപ്പൊടി മൈദയുടെ മിക്സ് ഒഴിക്കുക. പിന്നെ ഇളക്കലോട് ഇളക്കൽ. അങ്ങനെയാണ് ഈ ഒരു റെസിപ്പി പോകുന്നത്. പിന്നെ ഒരു നല്ല രീതിക്കുള്ള ഒരു കട്ടിപ്പരുവം, ആ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കിന് നമുക്ക് ഏലക്കാപ്പൊടി, നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇടാൻ, ഞാൻ ഇട്ടിട്ടില്ല.
കാരണം എന്റെ ശർക്കരയ്ക്ക് ആവശ്യത്തിന് മധുരം ഉണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ നല്ല രീതിക്ക് ഇളക്കാം. ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് കാണിക്കുന്ന ഒരു പരുവെന്ന് പറയുന്നത് അതിലും കൂടുതൽ വരണം. ഇച്ചിരും കൂടെ ബ്ലാക്ക് കളർ ആവണം. ബിക്കോസ് ചെറിയൊരു അബദ്ധം പറ്റി. സംഭവം എല്ലാം ഉണ്ടാക്കുന്നത് നൈസ് ടേസ്റ്റ് ആണ്. സംഭവത്തിന് നൈസ് ടേസ്റ്റ് ആണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്കയൽവ ഇല്ലേ, അതിന്റെ ഒരു ടേസ്റ്റ് ആണ് ഇതിന്. സംഭവം ഇച്ചിരി നേരം കൂടെ ആവണമായിരുന്നു, എന്നാലേ നമ്മുടെ ബ്ലാക്ക് ഹൽവ എന്നുള്ളൊരു സംഭവത്തിൽ വരുള്ളൂ. അപ്പോൾ ചക്കയില്ലാതെ ചക്ക ഹൽവ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഈ ഒരു പരുവത്തിലെടുക്കാം. അല്ല, ബ്ലാക്ക് ഹൽവ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ കൂട്ടിയിട്ട് എടുക്കാം. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നമ്മൾ ഈ നട്ട്സ് ഒക്കെ ഇടുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വരുമ്പോൾ തൊട്ടിട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ചായിട്ട് നെയ്യ് ആഡ് ചെയ്ത് നല്ല രീതിക്ക് ഫുള്ള് ഇളക്കണം. അപ്പം ഞാനിത് മൊത്തത്തിൽ കഴിച്ചപ്പോഴത്തേന് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഈ ഒരു മോൾഡിങ് പ്രോസസ്സ് ആണെങ്കിലും ഞാൻ ഈ ഒരു ചെറിയ പാത്രത്തിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കട്ടിയുള്ള നേരെയുള്ള പാത്രം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. എൻ്റെ അൽവയ്ക്കൊക്കെ ഓരോ ഡിസൈൻ ഉണ്ട്, കണ്ടില്ലേ? അപ്പം അങ്ങനെ. പിന്നെ ഇത് മാത്രമല്ലല്ലോ, നമ്മുടെ ക്ലീനിങ് പ്രോസസ്സും കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഈ സംഭവങ്ങൾക്കെല്ലാം എടുത്ത മെഷറിംഗ് കപ്സും പാത്രങ്ങളും എല്ലാം കഴുകാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതെല്ലാം കൂടെ ഒന്ന് കഴുകി മൊത്തത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. ഒരുപാടൊന്നും ഇല്ലായിരുന്നു, ഇതിനെടുത്ത പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ക്ലീനൊക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വെളുപ്പിന് 6 മണി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്ത കാരണം രാവിലെ കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പൊ രാത്രി ഉറക്കം ഇല്ലാത്തപ്പോഴാണ് ഈ മിഡ് നൈറ്റ് ഹൽവ. എനിവേയ്സ്, ഞാൻ രാത്രിയിൽ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവാത്തത് കൊണ്ട് ഈ സംഭവം ഞാൻ മുറിച്ച് കഴിഞ്ഞിട്ട് രാത്രിയിൽ കഴിച്ചു. പക്ഷെ ഞാൻ രാവിലെ കഴിക്കുന്നതിന്റെ വീഡിയോ ആണ് എടുത്തത്. ബിക്കോസ് ഞാൻ നല്ലൊരു കോലത്തിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. എന്നെപ്പോലെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി സ്വന്തമായിട്ട് കഴിച്ച് നിർവൃതി അടയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡു കമന്റ് ബിലോ. ഒന്നുമല്ല, ഞാൻ മാത്രമല്ല, എന്നെ സ്വന്തമായിട്ടൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലീനിങ് പ്രൊസീജിയറിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സംഭവമാണ് അവസാന പാത്രവും കഴുകിയിട്ട് അത് മാറ്റി വെക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്, ക്ലീനിങ് ഡൺ. പിന്നെ വീഡിയോയുടെ അവസാനത്തെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ അലുവ കഴിക്കുന്ന സുന്ദരമനോഹരമായ ആ ഒരു വീഡിയോയോട് കൂടി എൻ്റെ ഈ ഒരു വീഡിയോ ക്ലിപ്പ് അവസാനിച്ച വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. സോ സീ യു ഓൾ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ, ബൈ ബൈ, സീ യു.